ഒരു പ്രത്യേക ലക്ഷ്യത്തെ മുൻനിർത്തി 5 വർഷത്തേക്ക് ഗവൺമെൻറ് തയ്യാറാക്കുന്ന പദ്ധതികളാണ് പഞ്ചവത്സര പദ്ധതികൾ. ഈ ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ജോസഫ് സ്റ്റാലിൻ. ഇതാരംഭിച്ച ആദ്യ രാജ്യം റഷ്യ. വർഷം 1928. പഞ്ചവത്സര പദ്ധതി ഇന്ത്യയിൽ നടപ്പിലാക്കിയ വർഷം 1951. പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജോസഫ് സ്റ്റാലിനും ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് അല്ലെങ്കിൽ ശില്പി നെഹ്റുവുമാണ്. പഞ്ചവത്സര പദ്ധതികൾ തയ്യാറാക്കുന്നത് ആസൂത്രണ കമ്മീഷനും പാസ്സാക്കുന്നത് NDC നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലാണ്. ഇവ ആരംഭിക്കുന്നത് ഏപ്രിൽ 1-നും അവസാനിക്കുന്നത് മാർച്ച് 31-നും. ഇന്ത്യയിൽ ഇതുവരെ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതികളുടെ എണ്ണം 12. കാലാവധി പൂർത്തിയാക്കിയവ 11. കാലാവധി പൂർത്തിയാക്കാത്ത 5 ഇയർ പ്ലാൻ 5-ാം പഞ്ചവത്സര പദ്ധതി. അതിൻ്റെ കാലയളവ് 1974 മുതൽ 78 വരെയാണ്. ഇന്ത്യയിൽ ഏറ്റവും വളർച്ച കൈവരിച്ചത് 11-ാം പഞ്ചവത്സര പദ്ധതിയും ഏറ്റവും കൂടുതൽ വിജയം കൈവരിച്ചത് 1-ാം പഞ്ചവത്സര പദ്ധതിയുമാണ്. ഏറ്റവും കൂടുതൽ പരാജയം അല്ലെങ്കിൽ നെഗറ്റീവ് വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയ 5 ഇയർ പ്ലാൻ 3-ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയിൽ സ്വീകരിച്ച പഞ്ചവത്സര പദ്ധതി നേപ്പാളിൽ നടപ്പിലാക്കിയത് 1956-ൽ.